കുമാർ, ഇവിടെ ഈ 10 കൊല്ലം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ എതിർക്കുന്നതാണെങ്കിൽ എതിർക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനെ മറികടക്കുന്ന ഒന്ന്, ഈ 10 വർഷക്കാലം പല കാരണങ്ങൾ കൊണ്ട് പല പരിപാടികൾ, ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല റോഡുകൾ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർക്കാർ നിങ്ങളാണ് വരുന്നതെങ്കിൽ ഇതിനെ മറികടക്കുന്ന എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് അവരിൽ പല ആളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ ശരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ? അല്ല, മുഖ്യമന്ത്രിയുടെ ഈ PR വർക്ക് നടത്തുന്നത് കോടിക്കണക്കിന് രൂപ ഉണ്ടാ, അതെല്ലാം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അത്രയും പൈസ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ബസ്സുകളിൽ സൗജന്യമായി യാത്ര നടത്താൻ കഴിയും. അതോടെ. പക്ഷേ ഈ നാട്ടിൽ ഇവിടെ പറഞ്ഞു ആരോഗ്യമേഖല ഞാൻ ഇനി പറയുന്നില്ല, കാരണം വീണ ജോർജ് ജനങ്ങൾ മുഴുവൻ ആകപ്പാടെ അവർക്കെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, എല്ലാവർക്കും അറിയാം. ആരോഗ്യമേഖല തകർന്നു. കാട്ടാന ശല്യം ഇവിടെ പത്തനംതിട്ടയിലെ നമുക്കറിയാം വനമേഖലയാണ്. എത്ര പേരാണ് മരിച്ചത്? ഈ കേരളത്തിലുടനീളം 1000-ലധികം ആളുകളെ ചവിട്ടിക്കൊന്നു. ഒരു നടപടി സാധിച്ചോ? വിദ്യാഭ്യാസ മേഖല തകർന്നു. വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോയി. എന്തിനേറെ പറയുന്നു, കള്ളന്മാരുടെ ഒരു ഭരണമാണിതെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയുമോ? ശബരിമല കൊള്ള നടത്തി 12 പേരകത്തായി. 12 പേരകത്തായപ്പോ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീ പത്മകുമാറാണ് ആദ്യം അകത്തായത്. പിന്നെ ഈ കൊള്ള നടത്തി തട്ടിപ്പ് നടത്തി അകത്തായി മുഴുവൻ എണ്ണവും CPM-ന്റെ നേതാക്കന്മാരാ. അവരാ ഇവിടെ ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നത്. സഹകരണ മേഖല തകർന്നില്ല. ഇന്ന് ഉണ്ണികൃഷ്ണപിള്ള ഇവരുടെ നേതാവാ, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു, ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നാണമില്ല ഇവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ചോ അഴിമതിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ? ഈ കേരള സംസ്ഥാനം ഉടനീളം തട്ടിപ്പിന്റെയും കൊള്ളയുടെയും ഒരു കേദാരഭൂമിയായി മാറിയിരിക്കുന്നു. അതിനെതിരെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ്.